ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് അലൻ ഗിൻസ്ബർഗ് എഴുതിയ സൺഫ്ലവർ സൂത്ര എന്ന പോയമാണ്. 1955 ഗിൻസ്ബർഗ് സൺഫ്ലവർ സൂത്ര എന്ന പോയം എഴുതുന്നത്. ഇദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ സമൂഹത്തിൻ്റെ അനീതികൾ, വ്യാവസായിക മലിനീകരണം, സ്വാതന്ത്ര്യം, രാഷ്ട്രീയ വിരോധം എന്നിവയെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിലൊന്നാണ് കേട്ടോ സൺഫ്ലവർ സൂത്ര. ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് നേച്ചർ, ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെയാണ്. അപ്പോൾ ഈ പോയത്തിൻ്റെ സമ്മറിയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു സിമ്പിളായിട്ടുള്ള പോയമാണ്. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമേരിക്കയെക്കുറിച്ചിട്ടാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. അമേരിക്കൻ സമൂഹത്തിലുള്ള വ്യാവസായിക മലിനീകരണത്തെപ്പറ്റിയും മനുഷ്യൻ്റെ ശുദ്ധമായ ആത്മാവിലുള്ള പ്രതീക്ഷയുമൊക്കെയാണ് പോയറ്റ് ഇവിടെ ഇതിൽ കാണിക്കുന്നത്. ഇതിൽ കവി തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജാക്ക് കെറോക്കിൻ്റെ കൂടെ റെയിൽവേ ട്രാക്കിലിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവർ അമേരിക്കയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പോയറ്റ് തൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ്, അമേരിക്ക ഒരു ടൈമിൽ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇപ്പോൾ അമേരിക്ക വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒറിജിനൽ ബ്യൂട്ടിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് കവി പറയുന്നത്. പോയറ്റ് ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുന്നു. പോയറ്റ് പറയുന്നു, ഇവിടെ മുഴുവൻ ട്രീസൊക്കെ ഉണ്ടാവേണ്ടതിന് പകരം മുഴുവൻ മെഷീനറിയാണുള്ളത്. മീനുകൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ്റെ ആത്മാവ് പോലും ഇങ്ങനെ മങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പോയറ്റ് ഒരു സൺഫ്ലവർ കാണുന്നത്. ആ സൺഫ്ലവറിൽ പൊടിയും എണ്ണയും ഒക്കെ പിടിച്ച് വാടിയിട്ടാണുള്ളത്. അത് മരിച്ചു പോയ പോലെയാണ് കവി പറയുന്നത്. നേച്ചറിൻ്റെ അബ്നോർമാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ അമേരിക്കയിൽ പൊല്യൂഷൻ മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് പോയറ്റ് പറയുന്നത്. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നും പോയറ്റ് പറയുന്നു. അമേരിക്കൻ സമൂഹത്തെ പോയറ്റ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനുഷ്യരൊക്കെ ഈ നേച്ചറിനെ പോലെ തന്നെ സെൽഫ് ബ്യൂട്ടിയെയാണ് ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പോയറ്റ് പറയുന്നു. ഈ പോയത്തിൻ്റെ അവസാനം പോയറ്റ് സൺഫ്ലവറിനോട് പറയുകയാണ്, നീ ഇപ്പോഴും സൺഫ്ലവറാണ്. നീ എത്രത്തോളം മലിനമായാലും, അതായത് അമേരിക്കയിലെ മനുഷ്യർ ഈ മലിന സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലെ സോൾ എന്ന് പറയുന്നത് സൂര്യനെ പോലെ പ്യുവറാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ പോയം ഇവിടെ അവസാനിക്കുന്നത്. താങ്ക്